വളരെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇങ്ങനെ അതും ഇത്രയും വലിയൊരു പുരസ്കാരം നമ്മളെ തേടിയെത്തുന്ന വളരെ സന്തോഷം. ചെറിയൊരു ചിത്രമായിട്ടാണ് ആട്ടം ആരംഭിച്ചത്. അതെ, അത് കേരളത്തിലാണെങ്കിൽ IFFKയിൽ ഒരുപാട് റെക്കഗ്നീഷൻസ് നേടി, കേരളത്തിൽ മൊത്തം സംസാര വിഷയമായി. ഇപ്പം നാഷണൽ ലെവലിലേക്ക് എത്തുന്നു. ചെറിയ സിനിമകൾക്കും അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. അല്ല, സിനിമ എപ്പോഴും ചെറുത് വലുതൊന്നുമല്ല. സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റും അല്ലെങ്കിൽ സിനിമ പറയുന്ന ഇതുമാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഏത് തരത്തിൽ ചെയ്താലും സിനിമ ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമയാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടും. അതിനൊരു ഉദാഹരണത്തിനാണ് എനിക്ക് തോന്നുന്നത് ആട്ടം. ഇത് വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു ശരിക്കും ആട്ടം. ഞാൻ ടെക്നിക്കലായിട്ട് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്ത് വളരെ ലേറ്റായിട്ടാണ്. കാരണം ഇവർ 10-14 വർഷമായിട്ട് ഒരുമിച്ചുള്ളൊരു നാടക കൂട്ടായ്മയാണ് ഇവർ. അതിൽ അഭിനയിക്കുന്ന എല്ലാവരും പുതുമയുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഡയറക്ടർ ആനന്ദായാലും വിനയായാലും ഇവരെല്ലാവരും ഒരുമിച്ച് പണ്ട് നാടകം ചെയ്തുകൊണ്ടിരുന്ന ഇവർ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സിനിമയിലേക്ക് അവർ എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ ഒരു ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൽ എഡിറ്ററായിട്ട് ഞാൻ ജോയിൻ ചെയ്യും. പിന്നീട് ഞാൻ ഇവരെ കൂടെ ഒരു അംഗമായി മാറുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ ഫാമിലിയുടെ അംഗമാണ്. അല്ല, ആട്ടത്തിൻ്റെ എഡിറ്റിങ് ചലഞ്ചിങ് തന്നെ ആയിരുന്നു. കാരണം ആട്ടം സംസാരിക്കുന്ന സബ്ജക്റ്റ് അങ്ങനെയായിരുന്നു. അത് ഒരേ സമയം ഏത് സീൻ എടുത്താലും ഒരേ സമയം 13 പേര് എന്തായാലും മിക്ക സീനിലുണ്ടാവും. അപ്പം ഇവരുടെ ക്യാരക്ടർ എവിടെയും മാറിപ്പോവാതെ തുടക്കം തൊട്ട് അവസാനം വരെ കീപ്പ് ചെയ്യുക എന്നുള്ളതും, പിന്നെ എവിടെയും ആരിലേക്കും ഒരു സംശയം പോകാത്ത രീതിയിൽ സിനിമയെ കൊണ്ടുപോകുക, അതേസമയം സിനിമ ലാഗ് ചെയ്യാതിരിക്കുക, ആ സിനിമ ആ ത്രില്ലിംഗ് പോയിന്റിലേക്ക് തന്നെ. എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു ത്രില്ലർ എന്ന് ആർക്കും അറിയത്തില്ല. ഇതിനെ ഒരു ആർട്ട് സിനിമ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ആദ്യം മാറ്റി നിർത്തപ്പെട്ടെങ്കിലും പിന്നീട് ഈ സിനിമ കണ്ടവരാണ് ഇതൊരു അസാധ്യ ത്രില്ലർ സിനിമയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, കൂടെ നിന്ന് ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഇപ്പം ആനന്ദായാലും അതിൻ്റെ പ്രൊഡ്യൂസർ ജോയ് മൂവീസ് ആയാലും, ഇപ്പോൾ ആദ്യ സിനിമ തന്ന അഹമ്മദ് ആയാലും, പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മോന്, എല്ലാവരും കൂടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവരും കൂടെ ഉള്ളൊരു ഇതാണെന്ന് ഞാൻ കാണുള്ളൂ. കാരണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് തരിക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പം ആനന്ദ് നല്ല രീതിയിൽ ഈ പടം ചെയ്യാനായിട്ട് നമുക്കൊരു സ്പേസ് തന്നിരുന്നു. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.